ഒരു കാലത്ത് ഈവൻ ഞാൻ പോലും UK പോണ സമയത്ത് UK MBA പഠിക്കാൻ പോകാന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആക്ച്വലി MBA പഠിക്കാൻ പോകുന്നവന് അവിടെ ജോബ് സാധ്യത കുറവാണ്. പക്ഷെ ജോബ് സാധ്യത ഉള്ള സ്ട്രീമുകളിൽ ഏറ്റവും നമ്പർ 1 ഞാൻ കണ്ടിട്ടുള്ളത് നഴ്സിംഗ് ആണ്. ഇപ്പം ഇവിടെ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടി, ഇപ്പം നമുക്കറിയാം ഇപ്പം ഞങ്ങൾ ലീക്കോൺ ഇന്റർനാഷണൽ ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട്. BSc നഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടി MSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി UK പോവുകയാണെങ്കിൽ MSc നഴ്സിംഗ് വിത്ത് രജിസ്ട്രേഷനോട് കൂടി അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് നേരെ NHS ജോബ് കിട്ടും. ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് ജോബ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് അത്യാവശ്യം നല്ല സാലറി പാക്കേജസ് ഉണ്ട്. അപ്പോൾ അതെ. പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതലുള്ളത് എടുത്തു പറയുന്നത് IT സെക്ടറിൽ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കണം, AI-യുടെ വരവോട് കൂടിയൊക്കെ IT ഇൻഡസ്ട്രിയിൽ കുറെ മാറ്റം വരാൻ പോകും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ IT ഇൻഡസ്ട്രിയിൽ ഒരു 2 to 3 years അല്ലെങ്കിൽ 5 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഒരു മാസ്റ്റേഴ്സ് UK പോയി ചെയ്യുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസിനെ അവർക്ക് അവിടെ എന്ത് ചെയ്യാം, നല്ല ഏണിങ്സ് ആക്കി മാറ്റാം. കാരണം ഫ്രഷേഴ്സ് പോകുന്നില്ലേറെ മിനിമം ഒരു 2 years 3 years എക്സ്പീരിയൻസ് ഒരു സ്കില്ലുള്ള ആൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യുകയും അയാൾ ഓൾറെഡി ഉള്ള സ്കില്ലിനെ എന്ത് ചെയ്യുക, അവർക്ക് വേഗം കരിയറിൽ എത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് IT ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ UK പോലത്തെ ഒരു കൺട്രി അല്ലെങ്കിൽ അയർലാൻഡ് പോലത്തെ ഒരു കൺട്രിയോ ചൂസ് ചെയ്തിട്ട് ഒരു മാസ്റ്റേഴ്സിന് പോവുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കരിയറിൽ എത്താൻ പറ്റും. ഇവിടെ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഒരു IT ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ 30,000 മുതൽ അങ്ങോട്ട് സാലറി ഒരു പാക്കേജ് ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോൾ അവർ ഒറ്റയടിക്ക് അവരുടെ പാക്കേജസ് എന്ത് ചെയ്യും, ഒരു 40K 50K ആനുവലി കിട്ടുന്ന രീതിക്ക് അവരുടെ പാക്കേജ് മാറുകയാണ്. പക്ഷെ ഇതിന് വേണ്ടി എന്താ ചെയ്യേണ്ടി, അതിനെടുക്കേണ്ട റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്. ഏത് ഇൻവെസ്റ്റ്മെന്റ്? ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി UK പോകാൻ വില്ലിങ് ആവുക, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണണം.